ആധുനിക സാങ്കേതിക വിദ്യയുടെ വിസ്മയമായിട്ടാണ് നമ്മൾ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനുകളെ കാണുന്നത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച നൂറുകണക്കിന് എഞ്ചിനീയർമാർ തല പുകഞ്ഞാലോചിച്ചിട്ടും പരിഹരിക്കാൻ കഴിയാത്തൊരു വലിയ പ്രതിസന്ധി പരിഹരിക്കാൻ സഹായിച്ചത് വെറും ഒരു കൊച്ചു പക്ഷിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. 1990കളിൽ ജപ്പാനിലെ ഷിൻകാൻസൻ ബുള്ളറ്റ് ട്രെയിനുകൾ ഒരു വലിയ വെല്ലുവിളി നേരിട്ടു. മണിക്കൂറിൽ 200 മൈൽ വേഗതയിൽ ചീറിപ്പായുന്ന ഈ ട്രെയിനുകൾ തുരങ്കങ്ങളിൽ പ്രവേശിക്കുമ്പോൾ വായുവിനെ ശക്തമായി തള്ളിക്കൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത്. ട്രെയിൻ തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ തള്ളപ്പെട്ട വായു വലിയൊരു മർദ്ദ തരംഗമായി മാറി ഭീകരമായ ശബ്ദം പുറപ്പെടുവിച്ചു. ഒരു ബോംബ് പൊട്ടുന്നതിന് സമാനമായ ഈ ശബ്ദം കാരണം അടുത്തുള്ള കെട്ടിടങ്ങൾ വിറയ്ക്കുകയും ജനങ്ങൾക്ക് വലിയ ശല്യമാവുകയും ചെയ്തു. ഇതിനെ ടണൽ ബൂം എന്നാണ് വിളിച്ചിരുന്നത്. മാസങ്ങളോളം ജപ്പാനിലെ മികച്ച ബുദ്ധി കേന്ദ്രങ്ങൾ ഇതിനൊരു പരിഹാരത്തിനായി ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ആ സമയത്താണ് പ്രശസ്ത എഞ്ചിനീയറും പക്ഷി നിരീക്ഷകനുമായ ഇജി നക്കാത്സു വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിച്ചത്. വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇരപിടിക്കാനെ അതിവേഗത്തിൽ മുങ്ങിത്താഴുന്ന കിങ്ഫിഷർ എന്ന പക്ഷിയെ അദ്ദേഹം നിരീക്ഷിച്ചു. വളരെ വേഗത്തിൽ വെള്ളത്തിലേക്ക് പതിച്ചിട്ടും പൊന്മാൻ വെള്ളത്തിലൊരു ചലനം പോലും ഉണ്ടാക്കുന്നില്ല. ഈ അത്ഭുതം നക്കാത്സുവിനെ ചിന്തിപ്പിച്ചു. വെള്ളവും വായുവും തമ്മിലുള്ള പ്രതിരോധത്തെ അതിജീവിക്കാൻ പൊന്മാനെ സഹായിക്കുന്നത് അതിന്റെ കൂർത്ത നീളമുള്ള കൊക്കിന്റെ പ്രത്യേക ആകൃതിയാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ നിരീക്ഷണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബുള്ളറ്റ് ട്രെയിനിന്റെ മുൻഭാഗം പൊന്മാന്റെ കൊക്കിന്റെ ആകൃതിയിൽ പുനർരൂപകൽപ്പന ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. പരീക്ഷണം വിജയിച്ചു. മാറ്റങ്ങൾ വരുത്തിയ പുതിയ ട്രെയിൻ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശബ്ദ മലിനീകരണം ഗണ്യമായി കുറഞ്ഞു. മാത്രമല്ല, ട്രെയിനിന്റെ വേഗത 10% വർദ്ധിച്ചു. വൈദ്യുതി ഉപഭോഗം 15% കുറഞ്ഞു. യാത്ര കൂടുതൽ സുഗമമായി മാറുകയും ചെയ്തു.